Hello dears, it's me Sarjas again for you. Today with the second geography chapter of 10th, In Search of the Source of Wind. മലയാളത്തിൽ കാറ്റിൻ്റെ ഉറവിടം തേടി എന്നാണ് അതിൻ്റെ അർത്ഥം. This chapter deals all about wind, global winds, every winds, its direction, its characters, its features, each and every content of wind segment very detailed discussing our second chapter. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഒരു ഫോട്ടോ നമ്മളെ കണ്ണിലേക്ക് വരും. കണ്ടിട്ടുണ്ടാവും നിങ്ങളത്. Who's this? This is the picture of great Vasco da Gama. Vasco da Gama. Who is Gama actually? What is the relevance of Gama in this chapter? What do you think? Gama, Vasco da Gama was a Portuguese navigator. He is the first man to invent a proper sea route to India from Europe. The first man in world history invent a proper sea route to India from Europe. It's coming from Portugal, the city in Europe, major city in Europe. 1498, at the year 1498, he and his crew members of 170 very safely reached our coast called Kapad. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണത്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ തൊട്ടടുത്ത കാപ്പാട് വന്നിട്ട് ലാൻഡ് ചെയ്തു 1498. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടാസ്ക് ആക്ച്വലി. ഗാമയെ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയത്, ലോകം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ഈ ഒരു അഡ്വഞ്ചറസ് ജേണിയിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഗാമയെക്കുറിച്ച് പറയേണ്ട കാര്യം എന്തായിരിക്കും? ആക്ച്വലി ഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ദ സ്ട്രോങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്, southwest monsoon winds, very strong winds in Indian Ocean. നമ്മളെ ഓഷ്യനിലെ ഈ സ്ട്രോങ് വിൻഡ്സാണ് ഗാമയുടെ പായക്കപ്പലിനെ, സെയിൽ ബോട്ടിനെ ഇന്ത്യൻ കോസ്റ്റിലേക്ക് എത്തിച്ചത് അത്രേ. ആൻഡ് ഓൾസോ അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോയതും. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗാമ ഇയർ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണത്. ഗാമയുടെ വരവോടുകൂടിയാണ് യൂറോപ്യൻസിൻ്റെ ഫ്ലോ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഉണ്ടായത്. ഇന്ത്യ ഒരു കൊളോണൈസേഷനിലേക്ക് വരെ അത് എത്തിച്ചത് ഗാമയുടെ ഈ ഒരൊറ്റ ഫൈൻഡിങ് ആണ്. സോ ദാറ്റ്സ് എ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എ സബ്ജക്റ്റ് ഹിയർ. സോ ദിസ് ഇസ് ആൻ intro part of our second chapter, wind chapter. Before come to the wind topic in this chapter, firstly we have to go atmospheric pressure area. This chapter very seriously start with atmospheric pressure area. Firstly, atmospheric pressure. Listen me. Atmospheric pressure is the first serious content of our chapter. മലയാളത്തിൽ അന്തരീക്ഷ മർദ്ദം എന്ന് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. എയർ പ്രഷർ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ഇതിനെ പറയാം, അന്തരീക്ഷ മർദ്ദം. ആക്ച്വലി വാട്ട് ഇറ്റ് ഈസ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തിങ്ക് ദാറ്റ്. അന്തരീക്ഷ മർദ്ദം, എയർ പ്രഷർ, is the weight of air. It is the weight of air. Listen me. Air pressure is the weight of air. എയറിന് വെയിറ്റ് ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു തോട്ടപ്പ് വന്നേക്കാം. നമ്മളെ മുമ്പിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന, നമ്മളൊക്കെ ഫുൾ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇയാൾക്ക് വെയിറ്റിലാണോ? വെയിറ്റ്ലെസ് ആണോ ആൾ? ഷുവർലി ഇറ്റ് ഹാസ് വെയിറ്റ്. Like any other substance in the world, air also has weight. How much weight? How much weight? The weight of air is very accurately calculated by geographists. Per 1 square centimeter area, 1034 milligram weight.
Remember, per 1 square centimeter area of Earth. നമ്മൾ എർത്തിൻ്റെ 1 square centimeter area, it's a very small area. 1 centimeter, 1 square centimeter, it's almost this an area. That area, air has 1034 milligram weight. അപ്പോൾ നല്ല ഭാരമുണ്ട് ആൾക്ക്. അപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന എത്രയും എയറിന് എത്രയും വെയിറ്റ് ഉണ്ടായിരിക്കും. Always air exert that weight to earth surface. Always air exert that weight to earth surface. എന്താ അതിൻ്റെ അർത്ഥം? എയർ ഈ വെയിറ്റ് എല്ലാം എർത്തിൻ്റെ സർഫസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള ഈ എയർ അയാളുടെ ഫുൾ വെയിറ്റ് താഴോട്ട് എർത്തിൻ്റെ സർഫസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Remember, atmospheric pressure is the weight of air. Air exert weight onto the earth surface. Air exert weight onto the earth surface is known as atmospheric pressure. Simply air pressure എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. That weight is 1034 milligram per 1 square centimeter region. It's a very small area. 1 square centimeter region. That's all. And this weight is very accurately calculated with help of an instrument. Normally ഈ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ എയർ നമുക്ക് ഫുള്ളി വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി അത്ര ഈസി അല്ല. എയർ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളെ സ്കൂളിലെ സയൻസ് ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ചാൻസസ് ഇനിയും ഹയർ സ്റ്റഡീസിലൊക്കെ കിട്ടും. ഇറ്റ് ഈസ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ. Mercury barometer is an instrument used to measure atmospheric pressure. Pressure of air can be measured with the help of this instrument. Mercury is a mercury filled instrument. Mercury filled instrument. നമ്മൾ രസം എന്നൊക്കെ പറയുന്ന, മലയാളത്തിൽ പറയുന്ന മെർക്കുറി നിറച്ചിരിക്കുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എയർ പ്രഷർ വെരി അക്യൂറേറ്റ്ലി മെഷർ ചെയ്യാൻ വേണ്ടി കഴിയും. സിംപ്ലി ഈ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൺ ദിസ് ഇൻസ്ട്രുമെൻറ്റ്, മെർക്കുറി ബാരോമീറ്ററിനകത്ത് 2 types of unit were used. ഇത് മെഷർ ചെയ്യാൻ വേണ്ടി 2 ടൈപ്പ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ്സ്, അളവുകോല് എന്നൊക്കെ നമ്മൾ പറയുന്ന യൂണിറ്റ്സ്. The units used for measure air pressure in mercury barometer is 2. One is millibar. MB എന്ന് ഷോർട്ട് ലെറ്ററിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ഹെക്ടോപാസ്കൽ. millibar hectopascal, HPA എന്ന ഷോർട്ട് ലെറ്ററിൽ നമ്മൾ അതിന് ഡിനോട്ട് ചെയ്യാം. millibar hectopascal. These are the 2 units used for measuring air pressure. Mercury barometer instrument, remember, and the units were millibar and hectopascal. MB and HP are the small letter. Okay, and നമ്മൾ ഈ വെയിറ്റ് എയർ പ്രഷർ റെഗുലർലി മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നോർമലി എയർ പ്രഷർ എക്സ്പീരിയൻസ് അറ്റ് ദ സീ ലെവൽ ഈസ് വെരി ഹൈ. ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് സീ ലെവലിലാണ്, നമ്മൾ സമുദ്രനിരപ്പിലെന്ന് പറയും. സീ ലെവലിൻ്റെ എയർ പ്രഷറാണ് കമ്പാരിറ്റീവ്ലി വെരി ഹൈ ഓൾവേസ്. വൈ ഈസ് ഇറ്റ് സോ? എയറിൻ്റെ പ്രഷർ എപ്പോഴും സീ ലെവൽ താഴെ സമുദ്രനിരപ്പിൽ ഏറ്റവും കൂടുതലായിരിക്കും അത്രേ. ബിക്കോസ് gravitational power is more there. The gravitational attraction is very visible and very strong there. That is why always the high air pressure experience at the sea level, bottom level. That average air pressure, average atmospheric pressure experience at the sea level is 1013.2 HPA or millibar. Remember, 1013.2 HPA, hectopascal or millibar, is the average air pressure experience at the sea level. Sea level.
സമുദ്രത്തിൻ്റെ നിരപ്പിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആവറേജ് എയർ പ്രഷർ ഈസ് 1013.2 hectopascal. Remember that. That's all about the knowledge of atmospheric pressure here. Listen me once more, I repeat that. What is air pressure? Air pressure is the weight of air. Air always exerts that weight into Earth's surface, which is atmospheric pressure. Air has 1034 milligram weight per 1 square centimeter region. Remember, air has 1034 milligram weight pressure at 1 square centimeter region of Earth. Third one, mercury barometer is an instrument used for measuring atmospheric pressure. It's a mercury filled instrument. And the fourth two units were used. That units are millibar and hectopascal. Okay, and the last, the average atmospheric pressure at the sea level is 1013.2 hectopascal. That's the first and serious content of our chapter. Remember that this chapter is the very big content oriented chapter for our first term examination. First term examination in geography. The second chapter is the big content oriented chapter. So take it seriously. Okay, അപ്പോൾ നമ്മൾ എയർ പ്രഷർ എന്താണെന്ന് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. And come to the another area of this chapter. Atmospheric pressure is not equal everywhere. Remember that. Atmospheric pressure is not equal everywhere. ചിന്തിച്ചിട്ടില്ലേ അത്? നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തെയും നമ്മളെ സറൗണ്ടിങ്സിലെയൊക്കെ എയർ പ്രഷർ ഒരേപോലെയാണോ? അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരേപോലെ ആയിരിക്കുമോ? നെവർ. ഡെഫിനറ്റ്ലി നോ. Atmospheric pressure is different between regions. Mainly, three factors will influence the atmospheric pressure. Three factors have a big role in the formation of atmospheric pressure. Altitude of a place. Or സ്ഥലത്തിൻ്റെ height, altitude is the key factor. And the second one, temperature. Temperature of air, താപനില എന്ന് പറയുന്നത്. And the third one, humidity. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ആർദ്രത എന്നൊക്കെ പറയുന്നത്. റിമെമ്പർ, ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. These three factors can influence air pressure over a region. ഒരു സ്ഥലത്തിൻ്റെ എയർ പ്രഷറിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് ഇതിൻ്റെ 3. ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് ഫ്രം സീ ലെവൽ, ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ്. ടെമ്പറേച്ചർ, താപനില എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന. ഹ്യൂമിഡിറ്റി, ആർദ്രത. എന്താ ഇപ്പോൾ ഈ ആർദ്രത? ഇറ്റ് ഈസ് ദ കണ്ടന്റ് ഓഫ് വാട്ടർ വേപ്പർ ഓഫ് എയർ. നമ്മളെ എയറിലെ വാട്ടർ വേപ്പറിൻ്റെ വോള്യം, അതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക, ആർദ്രത എന്ന് വിളിക്കുക. നമ്മൾ വെറ്റ് എയർ, ഈർപ്പമുള്ള എയർ എന്നൊക്കെ പറയുമല്ലോ, അതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. ദീസ് 3 ഫാക്ടേഴ്സ്. ഓക്കെ, ആൻഡ് കം ടു ഈച്ച് വൺ ഡീറ്റെയിലി, one and one. The relationship between altitude and pressure. First, altitude and air pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും തമ്മിൽ എന്താ കണക്ഷൻ ഉള്ളതെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്ലി നമ്മൾ പോകുന്നത് ആ സെഗ്മെൻറ്റിലേക്കാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. Listen. They are inversely connected. Altitude of a place and atmospheric pressure of that region are inversely related. എന്താ ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Inversely proportional. One increase, other decrease. That's a proportion. One increase, the other decrease. ഒന്ന് കൂടുമ്പോൾ അടുത്ത ആൾ കുറയുന്നുള്ളത്.
Okay, come here. When altitude of a place increases, atmospheric pressure of that place decrease. Once more, listen me. When altitude increases, atmospheric pressure decreases. Listen here. Is an area. Is a mountain area. Is a mountain region. This is a sea level portion. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ മൗണ്ടെയ്നറാണ് നമ്മളെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ കയറി മുകളിലേക്ക് പോവുകയാണ്. സീ ലെവലിലെ എയർ പ്രഷർ നമ്മൾ പഠിച്ചതാണ് 1013.2 ഹെക്ടോ പാസ്കൽ. സീ ലെവൽ ആവറേജ് പ്രഷർ. നമ്മളിവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എയർ പ്രഷർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് റെപ്രസെൻ്റ് ഹിയർ. ആസ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ദാറ്റ് പ്ലേസ് ഡിക്രീസ്. ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ എയർ പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിനകത്ത് നോക്കുക, നമ്മളിവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എയറിൻ്റെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഓപ്പോസിറ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഓപ്പോസിറ്റ്. വെൻ ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസസ്, തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ when altitude decreases, what happen? Think that atmospheric pressure increases. When altitude of a place decreases, atmospheric pressure increases. That is the inverse connection, opposite connection. Altitude and atmospheric pressure are inversely proportional in this way. Okay, how much variation happens? That's another thing. എത്ര മാറ്റം വരും? നമ്മൾ കൂടുന്നു കുറയുന്നു എന്ന് പറയുമ്പോൾ ഹൗ മച്ച്? ഷുവർലി ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ജോഗ്രഫിസ്റ്റ് വെരി ഡീറ്റെയിലി. എവറി 10 meter, when you go every 10 meter from sea level, 1 millibar or 1 hectopascal atmospheric pressure decrease. Listen, as you move every 10 meter from sea level, നിങ്ങൾ സീ ലെവലിൽ നിന്ന് ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴും 1 millibar or hectopascal, both the same, 1 millibar air pressure decrease steadily. It's another fact. Okay, why is it so? Why altitude increase, air pressure decrease? What is the reason for this? Only one only reason here. Decrease in the density of air with increasing height. മനസ്സിലായോ? ക്ലിയർ ആയിട്ടുണ്ടാവില്ല. Decrease in the density of air with increasing height. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എയറിൻ്റെ ഡെൻസിറ്റി കുറയും, മീൻസ് വോളിയത്തിൽ കുറവ് വരും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്. ദിസ് ഈസ് വൈ altitude increases, atmospheric pressure decrease. Okay, this is the connection between altitude and air pressure. Okay, first one. Are you clear? And second one, the second chief factor നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്കൻഡ് കീ ഫാക്ടർ ഈസ് ടെമ്പറേച്ചർ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ്, എക്സ്പെഷ്യലി അവർ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, വയനാട്, ഇവിടെയൊക്കെ നമ്മൾ പിക്നിക്കിനൊക്കെ പോയിട്ടുണ്ടാവും. ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മൾ ഇങ്ങനെ പാസസ് വഴി, ചുരങ്ങൾ വഴി നമ്മൾ കയറി ഇങ്ങനെ പോകുമ്പോൾ നോർമലി നമുക്കൊക്കെ അനുഭവപ്പെടുന്നൊരു ഫീലിംഗ് എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി നമ്മൾ ചെവിയടപ്പ് അനുഭവപ്പെടും. ചുരം ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ ചെവി അടക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. സം അതേഴ്സ്, മറ്റു ചിലർക്ക് ഒന്നുകൂടി ഹെവിലി മറ്റ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്സ് ഒക്കെ ഫീൽ ചെയ്യും. ബട്ട് കോമൺലി ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ചെവി അടക്കുക. ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടുത്തെ ലോ പ്രഷറാണ് നമുക്ക് ഈ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോ പ്രഷർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ നിൽക്കുന്നത് ലോ ഓൾട്ടിറ്റ്യൂഡിലാണ്.
ഇവിടുത്തെ എയർ പ്രഷർ അല്ല നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഉണ്ടാവുക. ദാറ്റ് എയർ പ്രഷർ വിൽ ക്രിയേറ്റ് ഫിസിക്കൽ പ്രോബ്ലംസ്. ചില ആളുകൾക്ക് ഛർദിയും മറ്റു പ്രോബ്ലംസൊക്കെ ആയിട്ട് അത് മാറും. ബട്ട് നോർമൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. സോ എവറി ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ എക്സ്പീരിയൻസ് ദിസ് ടൈപ്പ് ഓഫ് ലോ പ്രഷർ. ഓക്കെ, ക്ലിയർ? ആൻഡ് ഹിയർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. എയറിൻ്റെ ഹോട്ട്നെസ്സിൻ്റെ ഡിഗ്രിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. വെൻ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ്. ലിസൺ ഹിയർ. നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ റീജിയൻസിലൊക്കെ ഹൈ എയർ ടെമ്പറേച്ചർ ആയിരിക്കും, which can lead to low air pressure. Why temperature increase, pressure decrease? Why? What is the reason for that? It's a process. നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള പ്രോസസ്സാണ്. When air gets heated, loses its density, expands high. When air gets heated, loses its density and expands high. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എയർ ചൂടാവുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ലോസ് ആവും, വെയിറ്റ് മാസ് ലോസ് ആവും, ആൻഡ് എക്സ്പാൻസ് ഹൈ. ആൾ മുകളിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങും. നിങ്ങൾ 9th പഠിച്ചത് അതിനൊരു വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വൺ ടേം. ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇറ്റ് ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഓർമ്മ ഉണ്ടോ? കൺവെക്ഷണൽ റെയിൻഫോളൊക്കെ 9th പഠിച്ചിട്ടുണ്ട്. കൺവെക്ഷൻ സംവഹനം എന്നാണ് മലയാളത്തിൽ പറയാം. സംവഹനം ഈ പ്രോസസ്സിന് പറയാം. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രോസസ്സ്. എയർ ചൂടാവുമ്പം ആൾ മുകളിലേക്ക് പോവുക, ഡെൻസിറ്റി ലോസ് ആയിട്ട്. നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നടക്കുന്ന സിമ്പിൾ പ്രോസസ്സാണത്. വീടിനകത്ത് നമുക്കറിയാം, പാത്രത്തിനകത്ത് വെള്ളം ചൂടാവുമ്പോൾ അതിനകത്തുള്ള എയർ മുകളിലേക്ക് റിലീസ്ഡ് ആവും. അപ്പോഴാണ് നമ്മളെ മൂടി പാത്രത്തിൻ്റെ ടോപ്പ് ഇങ്ങനെ ഇളകാൻ തുടങ്ങുക. ബോയിൽഡ് ആയി എന്ന് മനസ്സിലാവും നമുക്ക്. നമ്മൾ ടോപ്പ് മാറ്റി കൊടുക്കും, ആൾ മേലേക്ക് റിലീസാവും. ഇറ്റ്സ് എ സിമ്പിൾ ഫോം ഓഫ് കൺവെക്ഷൻ. ആ കൺവെക്ഷനാണ് ഇവിടെ പറയുന്നത്, സംവഹനം എന്ന് പറയുന്നത്. വെനെവർ ഹെയർ ഗെറ്റ്സ് ഹീറ്റഡ്, ലോസ് ഇറ്റ്സ് ഡെൻസിറ്റി, എക്സ്പാൻസ് ഹൈ, ആൾ മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ അതാ നടക്കുക. വെനെവർ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻക്രീസ്, ഇറ്റ്സ് എക്സ്പാൻസ്, കൺവെക്ഷൻ സ്റ്റാർട്ട്സ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇവിടുത്തെ എയർ കൺവെക്ഷൻ നടക്കും കുറേ പോർഷൻ. സോ പ്രഷർ ബിക്കംസ് ലോ. ദാറ്റ്സ് എ റീസൺ. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ്. ഓക്കെ, ഇവിടെ ഇവർ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. യെസ്, ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അഗെയിൻ ലിസൺ മീ, ഹിയർ ഓൾസോ ഇറ്റ്സ് ആൻ ഇൻവേഴ്സ് കണക്ഷൻ. When air temperature increases, atmospheric pressure decrease. Inverse connection. When temperature decrease, atmospheric pressure increase. ഒരു സ്ഥലത്തിൻ്റെ എയറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആവുമ്പോൾ അവിടുത്തെ എയറിൻ്റെ പ്രഷർ ലോവേഡ് ആവും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവേഡ് ആവും. ദാറ്റ്സ് ഓൾസോ എ ഇൻവേഴ്സ് കണക്ഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഫോർ എക്സാമ്പിൾ, ദ ഇക്വറ്റോറിയൽ റീജിയൻസ്, ഇക്വേറ്റർ റീജിയൻസ് ഓഫ് എർത്ത്. നമ്മൾ എർത്തിൻ്റെ ഇക്വേറ്റർ റീജിയൻസ് നമുക്കറിയാം. ഈ ഭാഗം ഇവിടെ ഓൾവേസ് ഹൈ ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. വൈ ഹൈ ടെമ്പറേച്ചർ ഇയർ? ഓൾവേസ് സൺസ് റേസ് വെർട്ടിക്കലി റീച്ച് ഇയർ ത്രൂ ഔട്ട് ഇയർ. സൺഡേ റേസ് എപ്പോഴും ഡയറക്റ്റ്ലി കിട്ടുന്ന ഫേസാണ് ഇത് എർത്തിൻ്റെ. ഓൾവേസ് ഇയർ എക്സ്പീരിയൻസ് ഹൈ എയർ ടെമ്പറേച്ചർ, so that low air pressure experience there. That's a fact. Low air pressure there because of high air temperature. Correct? Yes, this is the way temperature and atmospheric pressure are correlated. And the third chief factor is humidity. ഹ്യൂമിഡിറ്റി ഓഫ് എയർ. നമ്മൾ മലയാളത്തിൽ ആർദ്രത എന്നൊക്കെ പറയാറുള്ളതാണത്. ആർദ്രമായ വായു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്താ അത് സംഭവം? ദിസ് ഈസ് ദ ടൈം. ഇറ്റ്സ് എ റെയിനി ടൈം ഇൻ കേരള. റെയിനി മൺസൂൺ സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നോർമലി ഇപ്പോൾ നമ്മൾ എയറിനൊക്കെ ഈ വെറ്റ്നെസ് ഉണ്ടാവും. വെറ്റ്നെസ്, നനവ്.
എയർ എപ്പോഴും ഇങ്ങനെ ഈർപ്പം കൊണ്ട് കലർന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ. പക്ഷേ നമുക്ക് 1 വീക്ക് ബിഫോർ ഇതായിരുന്നില്ല. വെരി ഡ്രൈ എയർ അവിടെ ഉണ്ടായിരുന്നത്. സമ്മർ ടൈമിൽ ഡ്രൈ എയറാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെ എയർ കുറച്ച് വെറ്റായി. ദാറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് ഹ്യൂമിഡിറ്റി. എയറിനകത്ത് എത്തുന്ന വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടും കൂടി ചേരുമ്പോഴാണ് എയർ നമ്മൾ ഹ്യൂമിഡ് എയർ എന്ന് വിളിക്കുക. ഹ്യൂമിഡ് എയർ, ദാറ്റ്സ് എ കോമൺ ഫീച്ചർ ഓഫ് മൺസൂൺ സീസൺ. ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ അഗെയിൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി ഓപ്പോസിറ്റ്ലി കണക്റ്റഡ്. One increase and other decrease. That ratio of humidity and air pressure. When humidity of air increase, atmospheric pressure decrease. Remember, when humidity increases, atmospheric pressure decreases. When humidity decreases, atmospheric pressure increase. That's an inverse connection. Okay? ബിക്കോസ് അപ്പോൾ ഒരു റീജിയൻ, നമ്മൾ ഇന്ത്യൻ്റെ കാര്യം പറയാം. നമ്മൾ ഫോർ എക്സാമ്പിൾ ദിസ് ആൻ ഏരിയ എ എന്ന് ഞാൻ മാർക്ക് ചെയ്തൊരു ഏരിയ. ഇറ്റ്സ് എൻ ഏരിയ മാർക്ക്ഡ് എ ഇയർ. ഇറ്റ്സ് എൻ അനദർ ഏരിയ ബി. ഈ രണ്ട് 2 പ്ലേസസ് നമ്മൾ ഇമാജിൻ ചെയ്യാം, എ ആൻഡ് ബി. ഇവിടെ ഹൈ ഹ്യൂമിഡിറ്റി ഏത് സ്ഥലത്തായിരിക്കും ഉണ്ടാവുക? നോർമലി ഹൈ എയർ ഹ്യൂമിഡിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എ ഓർ ബി? ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ, എ ഓർ ബി? ഷുവർ എ. എന്താ കാരണം? എ സിറ്റിംഗ് വെരി ക്ലോസ് ടു സി. ദ പോർഷൻ എ സിറ്റുവേറ്റിംഗ് വെരി ക്ലോസ് ടു സി. സീൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. എപ്പോഴും വാട്ടർ വേപ്പർ ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് ഇവിടുത്തെ എയർ എപ്പോഴും വെറ്റായിരിക്കും, നനഞ്ഞതായിരിക്കും. ദ സെയിം ടൈം പോർഷൻ ബി സിറ്റുവേറ്റിംഗ് ഫാർ അവേ ഫ്രം സി. സീന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണത്. ഇവിടേക്ക് അത്ര വാട്ടർ വേപ്പർ ആസ് കമ്പയർ ടു എ, എൻ്റെ അത്ര എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈ ഹ്യൂമിഡിറ്റി ഓഫ് എ ഹിയർ. സെയിം ടൈം ലോ ഹ്യൂമിഡിറ്റി എക്സ്പീരിയൻസ് അറ്റ് പ്ലേസ് ബി ഹിയർ. സോ ദ പ്രസൻസ് ഓഫ് സി plays a very crucial role here. Okay, so here experience low air pressure because of high humidity, and the place B experience high air pressure because of low humidity. In this way, when humidity increases, atmospheric pressure decrease. When humidity decreases, atmospheric pressure increase. This is the second serious portion of our chapter, factors influencing atmospheric pressure. Listen me, 3 factors can influence air pressure. Once more, it is altitude, second temperature, and third humidity. All these factors are inversely proportional with atmospheric pressure. Remember, all these factors, altitude, temperature, humidity, are inversely connected, oppositely connected with atmospheric pressure. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഏരിയയിൽ ഹൈ പ്രഷർ ലോ പ്രഷർ എന്നിങ്ങനെ കുറേ യൂസ് ചെയ്യുകയുണ്ടായി. ആക്ച്വലി എന്താണ് ഈ ഹൈ പ്രഷർ ലോ പ്രഷർ? എയർ പ്രഷറിൻ്റെ ഹൈ ഫോം ലോ ഫോം നമ്മളിങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിലേക്കാണ് നമ്മളിനി പോവാൻ വേണ്ടി പോകുന്നത്. ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. ഇഫ് ദ പ്രഷർ ഓഫ് an ഏരിയ ഈസ് ഹയർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്സ്, if the air pressure of an area is higher than its surroundings, it is called high pressure. സിംപ്ലി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലുള്ള എയർ പ്രഷർ ഇന്നത്തെ ദിവസം ഹൈ ആണ് ആസ് കമ്പയർ ടു അവർ സറൗണ്ടിങ് ഏരിയ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ എയർ പ്രഷർ ഹൈ ആണ് ആസ് കമ്പയർ ടു സറൗണ്ടിങ്സ്. ചുറ്റുഭാഗത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തലക്ക് മുകളിലുള്ള സ്ഥലം എയർ പ്രഷർ ഹൈ ആണ്, വിച്ച് ഈസ് നോൺ ആസ് ഹൈ പ്രഷർ. ആൻഡ് ലോ പ്രഷർ ഈസ് ആൻ ഓപ്പോസിറ്റ്. ഇഫ് ദ പ്രഷർ ഓഫ് an ഏരിയ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്സ് ഈസ് ലോ പ്രഷർ. അപ്പം അതിവിടെ പറയുന്നത് ഇറ്റ്സ് എ കമ്പാരിറ്റീവ് എസ്റ്റിമേഷൻ. ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ ഈസ് എ റിലേറ്റീവ് കമ്പാരിസൺ.
അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തിട്ടുള്ള കമ്പാരിസനാണിത്. ഇത് രണ്ടും എന്ന് മനസ്സിലാക്കുക, ഹൈ ആൻഡ് ലോ നമ്മൾ പറയുന്നതിനകത്ത്. ആൻഡ് നമ്മൾ കൃത്യമായിട്ട് വേൾഡ് വൈഡ് ഇത് മെഷർ ചെയ്തിട്ടുണ്ട്. എയർ പ്രഷറിനെ നമ്മൾ വേൾഡ് വൈഡ് വെരി ക്ലിയർലി മെഷർ ചെയ്തിട്ടുണ്ട് ജോഗ്രഫിസ്റ്റ് എല്ലാം. നമ്മൾ വെതർ മാപ്സിനകത്തൊക്കെ ഇത് മാർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ നോർമൽ മാപ്സ് അല്ല, വെതർ മാപ്സ്, അതിനകത്ത് വെരി ക്ലിയർലി നമ്മളിത് മാർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ വെതർ എസ്റ്റിമേഷൻസൊക്കെ നടത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ സെയിം എയർ പ്രഷർ ഉള്ളതായിട്ട് കാണാറുണ്ട്. സം ഡേയ്സ്, ചില ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സെയിം അറ്റ്മോസ്ഫിയർ പ്രഷറായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ 4 പ്ലേസസും ഓൾമോസ്റ്റ് ഒരേ ഹൈറ്റിലും ഒരേ ലെവലിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ സെയിം എയർ പ്രഷർ ആണെങ്കിൽ നമുക്ക് ഈ പ്ലേസസിനെയൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരക്കാം. ഇങ്ങനെ മാപ്സിനകത്ത് നമ്മൾ ലൈൻ വരക്കാറുണ്ട്. ഇതേപോലെ സെയിം എയർ പ്രഷറുള്ള പ്ലേസസിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ വരക്കും. ദിസ് വേ ദിസ് ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ അവർ മാപ്സ് this line is known as isobar. Remember, isobar. Isobars are imaginary lines drawn in our maps. നമ്മളെ മാപ്സിനകത്ത് വരച്ചിരിക്കുന്ന ഇമാജിനറി ലൈൻസ് ഉണ്ട്, ഇതേപോലെ വെതർ മാപ്സിലൊക്കെ കാണുന്ന. ദാറ്റ്സ് മാപ്പ് കണക്ടിങ് ദ ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റീജിയൻസ്. വൺസ് മോർ ലിസൺ മീ. Isobars are imaginary line drawn in maps connecting the equal atmospheric pressure regions. ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പിനകത്ത് ഇങ്ങനെ ഒരു ലൈന് കൊണ്ട് അവരെ ജോയിൻ ചെയ്യും. ദാറ്റ് ലൈൻ ഈസ് നോൺ ആസ് ഐസോബാർ. ഇതേപോലൊരു സംഭവങ്ങൾ 9th കേട്ടിട്ടുണ്ട്, ഓർമ്മയിലുണ്ടോ? 9th ജോഗ്രഫിക്കകത്ത് സെയിം ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരാളെ കേട്ടിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, ഐസോതേംസ്. ഓർമ്മ വരുന്നുണ്ടോ? ഐസോതേംസ് എന്തായിരുന്നു ഐസോതേംസ്? It's another imaginary line seen in maps connecting the places having same temperature regions. ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ ചേർത്ത് വരയ്ക്കുന്നതാണ് ഐസോതേംസ്. അതുപോലെ ചെറിയ മാറ്റേ ഇതിനുള്ളൂ. ഐസോബാർസ് ആർ ദ imaginary lines connecting the places of same atmospheric pressure. Now let's move on to the very serious area of our chapter. Remember, this is a very important area, global pressure belts. Look here, global pressure belts, GPB എന്ന ഷോർട്ട് ലെറ്ററിൽ ഞാനത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. global pressure belt, what it is? Actually, our earth experience same atmospheric pressure between certain latitudes. Geographic studies reveals that our earth surface experience same atmospheric pressure between certain latitudes. Geographic studies നടന്നപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യമാണത്. നമ്മളെ എർത്തിലെ ചില സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിൽ pressure is constant always. Air pressure is constant always. എയർ പ്രഷറിൽ ഒരു മാറ്റം വരുന്നില്ല അത്ര. സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിൽ എയർ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത്ര. ദിസ് ലാറ്റിറ്റ്യൂഡിനൽ സോൺസ് ആർ നോൺ ആസ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. വൺസ് മോർ ലിസൺ മീ. എർത്ത് എക്സ്പീരിയൻസ് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിറ്റ്വീൻ സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. These latitudes are known as global pressure belts. അങ്ങനെ പ്രഷർ മാറാതെ നിൽക്കുന്ന ചില ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബിറ്റ്വീൻ ദാറ്റ് ലാറ്റിറ്റ്യൂഡ്സ്, റിമെമ്പർ, ബിറ്റ്വീൻ ദിസ് ലാറ്റിറ്റ്യൂഡ്സ് എയർ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. ഏതൊക്കെയാണ് ആ ലാറ്റിറ്റ്യൂഡ്സ് നമുക്ക് നോക്കാം. വൺ ഈസ് ദ മിഡിൽ വൺ, ഇറ്റ്സ് 0 degree. ഈ ഏരിയ ലാറ്റിറ്റ്യൂഡ്സ്, ആ സോണ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. ഡബിൾ ലൈന് യൂസ് ചെയ്തിട്ട് ആ സോണ് നമ്മൾ വരയ്ക്കുകയാണ്. ഇറ്റ്സ് 0 degree. റിമെമ്പർ, ഇറ്റ്സ് 0 degree. ആൻഡ് എബോവ് ദാറ്റ് 30 degree.
30 degree north latitude, and below that 30 degree south latitude. It's another one. എല്ലാത്തിനെയും നമുക്ക് ഡബിൾ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. സോൺസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ ലൈൻ യൂസ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ക്ലിയർ പിക്ചർ ഉണ്ട്, നിങ്ങളത് നോക്കണം. ആൻഡ് 60 degree 60 degree north latitude, and here 60 degree south latitude, 60 degree south latitude, and the last, the end, both the poles, 90 degree north latitude, 90 degree south latitude. This is the location of global pressure belt. Listen, 0 degree equator area, 30 degree north and 30 degree south latitudes, 60 degree north and 60 degree south latitudes, 90 degree north pole, 90 degree south pole. These areas are global pressure belts because in these zones, ഈ ലൈന് വരച്ചതിൻ്റെ അകത്ത് മാത്രം നോക്കുക. In these zones, pressure, no any pressure variation happens. ഇതിനകത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനകത്ത് ഒരു മാറ്റമില്ല അത്ര. The zones are known as global pressure belt. Earth experience same atmospheric pressure between certain latitudes of Earth. These latitudinal zones are called global pressure belt, and their location is that. Look this figure. And their names. ഈ പ്രഷർ ബെൽറ്റ്സിനൊക്കെ ജോഗ്രഫിസ്റ്റ് ഡിഫറെൻറ്റ് നെയിംസ് കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടർ. വൺ ഈസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയിലെ ആള്. നമ്മൾ പറഞ്ഞ 0 ഡിഗ്രിയിലെ ആള്. നമ്പർ 2, ഈ രണ്ടുപേരും it's a common one. Location is different but their character is same, so they got the name. Number 2, subtropical high pressure belt. Subtropical high pressure belt, 30 degree north and south latitudes. ഇവരെ രണ്ടുപേര് 30 നോർത്ത് ആൻഡ് 30 സൗത്ത്. ഇവരെ രണ്ടുപേരുടെയും പേരാണ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ആൻഡ് ലുക്ക് നമ്പർ 3, ഈ രണ്ടുപേര് 60 degree north latitude and 60 degree south latitude. That areas, that zones are known as subpolar low pressure belt. Subpolar low pressure belt, 60 degree north and south latitudes. And the last, the end, number 4, pole ആണ് ഇത് രണ്ടും. So its name is polar high pressure belt. Polar high pressure belt, 90 degree north and south. These are the names of global pressure belt. Listen me. Equatorial low pressure belt, 0 degree, this one. And both this 30 degree north and 30 degree south latitudes area known as subtropical high pressure belt. And 60 degree north and 60 degree south area is known as subpolar low pressure belt. And the last 90 degree north and 90 degree south latitudes are known as polar high pressure belt. ഇവരുടെ പേരും ലൊക്കേഷനും പ്രഷർ ക്യാരക്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്ലി ലൊക്കേഷൻ പേരാണ് ഇക്വേറ്റർ. നിങ്ങൾക്ക് വെരി ഈസിലി ഓർക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ലൊക്കേഷൻ നെയിമാണ് ഫസ്റ്റ്ലി വരുന്ന ഇക്വേറ്റർ. ഇനി ഇതിനകത്ത് എയർ പ്രഷറിൻ്റെ നേച്ചറാണ് ലോ. സോ ഇറ്റ്സ് നെയിം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്.
ദാറ്റ്സ് ഓൾ. അതുപോലെ ബാക്കിയൊക്കെ ദിസ് ഏരിയാസ് ആർ സബ് ട്രോപ്പിക്. ഇതാണല്ലോ ട്രോപ്പിക് സീറോഡ്. ഈ രണ്ട് സ്ഥലത്തെയും ട്രോപ്പിക്കിൻ്റെ സബാണല്ലോ. സോ സബ് ട്രോപ്പിക്സ് എന്നാണ് ഈ രണ്ട് സ്ഥലത്തെ നമ്മൾ വിളിക്കുക, 30 ഡിഗ്രി നോർത്തിനെയും 30 ഡിഗ്രി സൗത്തിനെയും. ഈ സോണിനകത്ത് എയറിൻ്റെ നാച്ചുറൽ എയർ പ്രഷറിൻ്റെ നാച്ചുറൽ ഹൈ ആണ്, ഹൈ എയർ പ്രഷറാണ്, കോൺസ്റ്റൻറ്റ്. സോ ദേ ഗോട്ട് ദെയർ നെയിം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇങ്ങനെയാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ വെരി ക്ലോസ് ടു പോൾ ഏരിയ. ഈ രണ്ട് സ്ഥലവും പോളിൻ്റെ അടുത്താണ്. ഇത് രണ്ടും ദീസ് ഏരിയാസ് ആർ നോൺ ആസ് സബ് പോളാർ, 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത്. സബ് പോൾ എന്ന് നമ്മൾ വിളിക്കും, പോളിൻ്റെ അടുത്തായതുകൊണ്ട്. ഇതിനകത്ത് എയർ പ്രഷർ ലോ ആണ്. സോ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ബോത്ത് പോൾ, രണ്ട് പോളാണ്. പോളിനകത്ത് എയർ പ്രഷർ ഹൈ ആണ്. സോ ദെയർ നെയിം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. റിമെമ്പർ, ഫസ്റ്റ്ലി ലൊക്കേഷൻ, സെക്കൻഡ്ലി നാച്ചർ ഓഫ് എയർ പ്രഷർ. ഇത് രണ്ടും ചേർത്ത പേരാണത്. ഇത് നന്നായി ഓർമ്മയിൽ വേണം വിത്ത് ദിസ് ഫിഗർ. ഈ ഫിഗറും കൂടെ മനസ്സിൽ വേണം. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നന്നായിട്ട് വരച്ചിട്ട് നോക്കണം. ദാറ്റ്സ് ദ നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. നൗ ലെറ്റ്സ് മൂവ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദിസ് പ്രഷർ ബെൽറ്റ്. ഫോർമേഷൻ ഓഫ് ദിസ് പ്രഷർ ബെൽറ്റ്. ഈ പ്രഷർ ബെൽറ്റ്സ് ഒക്കെ എങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞല്ലോ, പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയർ പ്രഷർ മാറാതെ നിൽക്കുന്ന സ്ഥലങ്ങളാണിവ. ഈ ഈച്ച് പ്രഷർ ബെൽറ്റ്സ് എങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും എന്ന ഡീറ്റെയിൽ ഏരിയയും കൂടിയേ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ പഠിക്കാനുള്ളൂ. ഫസ്റ്റ്ലി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നമ്മൾ പഠിച്ച 0 ഡിഗ്രിയിലാണ്. ഇയാൾ എങ്ങനെ ഫോം ചെയ്തു എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ഏരിയക്കകത്ത്, ദിസ് സോണിനകത്ത് എങ്ങനെ ലോ പ്രഷർ സ്റ്റഡിലി ഉണ്ടായിട്ടുണ്ടാവും 0 ഡിഗ്രി ഏരിയയിൽ? വാട്ട് യു തിങ്ക്? എന്തായിരിക്കും റീസൺ? ഷുവർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ച തിയറീസ് ഒന്ന് റിവൈസ് ചെയ്ത് മനസ്സിലേക്ക് ഓടിച്ചു നോക്കൂ. അപ്പോൾ കിട്ടും അത് റീസൺ. ഇറ്റ്സ് an equatorial region. It's an equator region. This is a zone where sun's rays fall vertically throughout year. അറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഈ സോണിനകത്ത് ഇറ്റ്സ് an equator region. സൺസ് റേസ് വെർട്ടിക്കലി റീച്ച് ഇയർ, കംപ്ലീറ്റ് ഇയർ, വർഷം മുഴുവൻ സൺറൈസ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലമാണത്. സോ ദ ടെമ്പറേച്ചർ ഓഫ് എയർ ബിക്കം വെരി ഹൈ. Air temperature is so high here. High air temperature leads to low air pressure. When temperature of air increases, pressure of air decrease. That's a fact. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദിസ് ഈസ് എ സോൺ 0 ഡിഗ്രി. ഇവിടെ പറയുമ്പോൾ ഈ ഒരു വരച്ചിരിക്കുന്ന സോൺ മാത്രം എന്ന് മനസ്സിൽ വേണം കേട്ടോ. ഈ സോൺ മാത്രം, ഈ ഏരിയ ഫുള്ളല്ല. ഓൺലി ദിസ് സോൺ. ഇൻ ദിസ് സോൺ, okay, where sun's rays fall vertically throughout year, so that high air temperature experience here. When air gets heated, it expands and rises up. നമ്മൾ പഠിച്ചു, ഇതിനകത്ത് എയർ എപ്പോഴും കൺവെക്ഷൻ നടക്കും. ഈ സോണിനകത്ത് എയറിന് കൺവെക്ഷൻ നടക്കും. when they gets heated, it expands and rises up. ഇങ്ങനെ പോകും. അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എയറിൻ്റെ വോളിയത്തിനകത്ത് മാറ്റം വരും, മുകളിലേക്ക് പോവുമല്ലേ എയർ. ദാറ്റ് ഈസ് വൈ ലോ പ്രഷർ എക്സ്പീരിയൻസ് ദയർ സ്റ്റഡിലി. സോ ഇറ്റ്സ് എ ചാൻസ് ഓഫ് സ്റ്റഡി ലോ പ്രഷർ എക്സ്പീരിയൻസ് ഇൻ ദി സോൺ. ഹൈ ടെമ്പറേച്ചർ ലീഡ്സ് ടു ലോ പ്രഷർ ഇയർ. ക്ലിയർ? യാ. ആൻഡ് ദി സോൺ എക്സ്റ്റെൻഡ്, ഇത് 0 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. എവിടെ വരെ ഇയാളുണ്ട് എന്നുള്ളതാണ്. 0 ഡിഗ്രി ടു 5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ടു 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എക്സ്റ്റെൻഡ് 5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ടു 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 0 5 ഡിഗ്രി നോർത്ത് വരെ, 0 5 ഡിഗ്രി സൗത്ത് വരെ. ദാറ്റ്സ് an ഏരിയ ഓഫ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ ബെൽറ്റ് എങ്ങനെ ഫോം ചെയ്തു എന്ന് പഠിച്ചു നമ്മൾ. ഈ പ്രഷർ ബെൽറ്റിൻ്റെ ഫോർമേഷൻ റീസൺ മനസ്സിലായി.
ആൻഡ് ഓൾസോ ഈ ബെൽറ്റിൻ്റെ ഏരിയ, ഈ പ്രഷർ ബെൽറ്റ്സിൻ്റെ ഏരിയ 5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ടു 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. One more thing, listen me. This pressure belt, equatorial low pressure belt, is also known as doldrum by geographists. This pressure belt is called as doldrum in English നമ്മൾ പറയും, which mean the zone with no wind. The zone with no wind. വിൻഡിന് കിട്ടാത്ത സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം ബൈ ജോഗ്രഫിസ്റ്റ്. ദ വേർഡ് ഡോൾഡ്രം മീൻസ് ദ സോൺ വിത്ത് നോ വിൻഡ്, നോ ചാൻസ് ഓഫ് എനി വിൻഡ്. വൈ എന്തായിരിക്കാം കാരണം? ഒരു വിൻഡിനും ചാൻസ് ഇല്ലാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? വാട്ട് യു തിങ്ക്? എന്നാലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു വിൻഡിനും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഡോൾഡ്രം മീൻസ് ദാറ്റ് സോൺ വിത്ത് നോ വിൻഡ്. ദിസ് സോൺ ഈസ് കോൾഡ് ദാറ്റ്. വൈ? ബിക്കോസ് here is full low pressure experience. In this zone, low air pressure experience everywhere. If pressure variation happens, there is a chance of wind. Remember, wind segmentലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. If the pressure variation happens, there is a chance of formation of every wind. കാറ്റ് വീശണമെങ്കിൽ എയർ പ്രഷറിൽ വേരിയേഷൻസ് വേണം. ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ, ദാറ്റ്സ് എ വേരിയേഷൻ. ഒരു ഭാഗത്ത് ഹൈ പ്രഷർ, വേറൊരു ഭാഗത്ത് ലോ പ്രഷർ. അപ്പോഴാണ് എയർ മൂവ് ചെയ്യുള്ളൂ, വിൻഡിന് ചാൻസ് ഉള്ളൂ. ബട്ട് ഹിയർ ഈസ് നോ എനി പ്രഷർ വേരിയേഷൻ ഇൻ ദിസ് സോൺ, ഫുൾ ലോ പ്രഷർ. സോ ദിസ് ഏരിയ ഇസ് നോ ചാൻസ് ഓഫ് എനി ബിഗ് വിൻഡ്. So this is known as doldrum called as the zone with no wind. And this is why this area was a nightmare of ancient mariners. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെയല്ല. ആൻഷ്യൻ്റ് മറൈനേഴ്സ്, പണ്ടത്തെ കപ്പൽ യാത്രക്കാർ, അവർ സെയിൽ ബോട്ടിലാണ് പോയിരുന്നത്, പായക്കപ്പൽ. നമ്മൾ ഇന്നത്തെ എക്യുപ്ഡ് ആയിട്ടുള്ള ഷിപ്സ് അല്ല. ആ കാലത്തെ സെയിൽ ബോട്ട്, പായക്കപ്പൽ, വിൻഡിൻ്റെ സ്പീഡിനനുസരിച്ച് പോകുന്ന, വിൻഡിൻ്റെ ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന, ആക്ച്വലി വിൻഡാണ് ഡ്രൈവർ. അങ്ങനത്തെ കാലത്ത്, ആ കാലത്ത് ഗാമൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് സെയിൽ ബോട്ടിലാണ്. ഗാമയും ടീമും, അതാണ് നമ്മൾ പറഞ്ഞത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡാണ് ഗാമനെ അവിടെ എത്തിച്ചത് എന്നുള്ളത്. സോ ദാറ്റ് ഈ ഒരു കാലത്ത് ദിസ് ഈസ് ദ സോൺ വേർ നൈറ്റ്മെയർ ഓഫ് മറൈനേഴ്സ്. വൈ നൈറ്റ്മെയർ ആണ്? പേടി സ്വപ്നം. അന്നത്തെ ആളുകളുടെ പേടി സ്വപ്നമായിരുന്നു ഈ സ്ഥലത്ര. എന്തായിരിക്കും റീസൺ? ഇതിനകത്ത് അവരെ സെയിൽ ബോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കാവും. ചാൻസ് ഓഫ് നോ എനി ബിഗ് വിൻഡ്, സോ ഡോൾഡ്രം, അവർക്ക് മൂവ് ചെയ്യാൻ പ്രോബ്ലം വരും. സോ ദ സോൺ വാസ് എ നൈറ്റ്മെയർ ഓഫ് ദാറ്റ് ടൈം. This is the formation of equatorial low pressure belt. Okay, equatorial low pressure belt situating 5 degree north to 5 degree south latitude. Clear? And this pressure belt are formed due to the high air temperature here. Due to the high air temperature of equator zone, air gets heated, convection start. So it leads to the lowering of air pressure there. That's all the formation of one pressure belt. And let's move to the second pressure belt. അത്രയേ ഉള്ളൂ അയാളെ പറ്റി. ഇനി നമ്മൾ രണ്ടാമത്തെ ആൾ എങ്ങനെയാണ് ഉണ്ടായത്? ആരാ രണ്ടാമത്തെ ആൾ? നമ്മൾ പഠിച്ച 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇതിനകത്ത് ആളെങ്ങനെ ഉണ്ടായത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 നോർത്ത് ആൻഡ് 30 സൗത്ത്. രണ്ടിനും നമ്മൾ ഒരുമിച്ച് മാർക്ക് ചെയ്ത് പഠിക്കുന്നത് ഈസിനെസ്സിന് വേണ്ടി. 30 നോർത്ത് ആൻഡ് 30 സൗത്ത് ലാറ്റിറ്റ്യൂഡിനകത്തുള്ള എയർ പ്രഷർ ഹൈ എയർ പ്രഷറാണ് ഇതിനകത്ത്. അതെങ്ങനെയാണ് ഇതിനകത്ത് അപ്പോൾ ഹൈ എയർ പ്രഷർ ഉണ്ടായിട്ടുണ്ടാവുക? 30 നോർത്തിലും 30 സൗത്തിലൊക്കെ
What was the reason for that? This pressure belt is known as subtropical high pressure belt. ഈ പ്രഷർ ബെൽറ്റ് എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നുണ്ടാവുക? Because the air start to move from equator. നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൽ നിന്ന് കൺവെക്ഷൻ നടന്നിട്ട് എയർ ഇതാ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇക്വേറ്ററിൽ ഹൈ ടെമ്പറേച്ചറിൻ്റെ എയറിന് ഇങ്ങനെ കൺവെക്ഷൻ നടക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ദ എയർ കമ്മിങ് ഫ്രം ദ ഇക്വേറ്ററിൽ നിന്ന് വരുന്ന എയർ 30 നോർത്ത് ആൻഡ് 30 സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എത്തിക്കഴിയുമ്പോൾ ആളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ ദാറ്റ് എയർ ഗ്രാജ്വലി സബ്സൈഡ്സ് ദ എയർ. The air coming from the equator gradually subsides here. Subsides means അവിടെ താഴ്ന്നിറങ്ങുക. ഇവിടുന്ന് പോകുന്ന ഹീറ്റഡ് എയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആള് ഇവിടെ താഴ്ന്നിറങ്ങും അത്രേ. ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ. എർത്ത് റൊട്ടേഷൻ കൊണ്ട് ദാറ്റ് ഹോട്ട് എയർ സബ്സൈഡ്സ് ദെയർ. സബ്സൈഡ്സ് പറഞ്ഞാൽ അവിടെ താഴ്ന്നിറങ്ങും. ഈ സോണിനകത്ത് ആ ഹോട്ട് എയർ സബ്സൈഡ് സൈഡും ആൻഡ് ഗ്രാജ്വലി കൂൾസ് ഡൗൺ. ചൂടുള്ള എയറാണ് ഇങ്ങനെ പോയി ഇവിടെ എത്തി പതുക്കെ ആൾ തണുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും എയർ ടെമ്പറേച്ചർ അത്ര ഉണ്ടാവില്ല. തണുപ്പെന്ന് പറയുമ്പോൾ വെരി കൂളെന്ന് വിചാരിക്കരുത്. ഇവിടുന്ന് പോയ ഹോട്ട് എയർ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രാജ്വലി കൂൾസ് ഡൗൺ ബിക്കോസ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ. ആ എയർ അവിടെ ഇങ്ങനെ താഴ്ന്നിറങ്ങിയിട്ട് തണുക്കും. ലോവറിങ് ഓഫ് ടെമ്പറേച്ചർ ലീഡ്സ് ടു increasing pressure. So this zone experience high pressure belt. Clear? Once more listen me. The air coming from the equator gradually cools down here 30 degree north and 30 degree south latitude due to earth rotation. Remember that, that's the main factor. Without a rotation of earth, no chance of that changing pressure. Only earth rotation. Earth rotation നടക്കുന്നതുകൊണ്ട് 30 degree north and 30 degree south latitude-നകത്ത് air pressure become high. Air pressure become high because of the earth rotation. Okay, so this is the zone is always called subtropical high pressure belt. 30 degree north and 30 degree south latitudes are called subtropical high pressure belt. And also this pressure belt is also called as Hose latitude by ancient mariners, ancient travelers. Hose latitude. Hose പറഞ്ഞാൽ നമ്മൾ കുതിര തന്നെ. Subtropical high pressure belt is also known as Hose latitude. Why? It's about a story. It's a past story, ancient story. പഴയ കാലത്ത് ഇതിലൂടെ ട്രാവൽ ചെയ്തിരുന്നവർ, ഷിപ്പ് ട്രാവലേഴ്സ്, ഹോഴ്സ് ട്രേഡേഴ്സ്, കുതിരകളെയും കൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് പോയിരുന്ന ആളുകൾ ഈ സോണിൽ ഷിപ്പ് സ്റ്റക്കാവുമ്പം ഹോഴ്സിനെയൊക്കെ അവിടുന്ന് കടലിലേക്ക് വലിച്ചെറിയേണ്ടി വന്നിരുന്നു അത്രേ. ഇതിനകത്ത് വിൻഡിൻ്റെ പവർ ഇല്ലാത്തതുകൊണ്ട്, ഓൾവേസ് ഹൈ എയർ പ്രഷറുള്ള സോൺ ആയതുകൊണ്ട്, സോ നൗ ചാൻസ് ഓഫ് എനി ബിഗ് വിൻഡ് ഇയർ. സോ അവർ ഹോസിനൊക്കെ അവിടുന്ന് ത്രോ ചെയ്തിട്ടായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നത്. സോ ദേ കോൾ ദം ഹോസ് ലാറ്റിറ്റ്യൂഡ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ആൻഷ്യന്റ് പീരിയഡ്. സോ ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് നോൺ ആസ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, 30 degree north and 30 degree south latitude. Okay, yes, let's move to the third pressure belt. Formation of a third pressure belt, subpolar low pressure belt. ബാക്കി രണ്ട് പ്രഷർ ബെൽറ്റും എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇതിനകത്ത് എങ്ങനെ ലോ പ്രഷർ ഉണ്ടായെന്ന് മനസ്സിലായി. ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയണിൽ എന്തുകൊണ്ട് ഹൈ എയർ പ്രഷർ സ്റ്റഡിലി ഉണ്ടാവുമെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? കം ടു ദ തേർഡ് വൺ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. പേരിനകത്ത് എൻ്റെ സബ് പോളാറാണ്, പോളിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് അല്ലേ. ദിസ് സോൺ ഈസ് വെരി ക്ലോസ് ടു പോൾ, പോളിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. സോ വാട്ട് അബൌട്ട് ദ നാച്ചർ ഓഫ് എയർ ടെമ്പറേച്ചർ തിങ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് വെരി ലോ. സോ ദ എയർ ഈസ് കോൾഡർ ഹിയർ.
This zone is very close to the pole. That is why air is very colder here. ഇതിനകത്ത് എയർ ഇതാ ഞാൻ ഈ വരയ്ക്കുന്ന ഈ സോൺ മാത്രം കേട്ടോ, ഇൻസൈഡ് ഓഫ് ദിസ് ലൈൻ. ഇതിനകത്തെ എയർ ടെമ്പറേച്ചർ ബിക്കംസ് വെരി ലോ, ബിക്കോസ് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ വിൻഡൊക്കെ വന്നിട്ട് ഇതിനകത്ത് എയർ ഭയങ്കര തണുപ്പാക്കിയിട്ടുണ്ടാവും എപ്പോഴും. ദാറ്റ് കോൾഡ് എയർ, നോർമലി കോൾഡ് എയർ സ്റ്റിക്ക് ഓൺ ദെയർ. Normally cold air, no any moves happens in cold air. But cold air അവിടെ ഇങ്ങനെ നിൽക്കുകയല്ല. Due to earth rotation, that cold air thrown up. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ തണുത്ത എയർ ത്രോൺ അപ്പ്, മുകളിലേക്ക് ചുറ്റി എറിയപ്പെടും അത്രേ. ത്രോൺ എവേ, അല്ലെങ്കിൽ വശങ്ങളിലേക്ക് ദൂരേക്കൊക്കെ. ബിക്കോസ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദിസ് കോൾഡ് എയർ ത്രോൺ അപ്പ്, ഈ എയർ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി എറിയപ്പെടും ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ. സോ ദാറ്റ്, അപ്പോൾ അതിനകത്ത് എയറിൻ്റെ വോള്യത്തിൽ മാറ്റം വരും നോർമലി, വിച്ച് ലീഡ്സ് ടു ലോ പ്രഷർ. കോൾഡ് എയർ അതിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ ബെൽറ്റ് അവിടെ വേണ്ടത്. ബട്ട് കോൾഡ് എയർ ത്രോൺ അപ്പ് ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ. ഇതിനകത്ത് തണുത്ത എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോവും. ദിസ് ഈസ് വൈ ലോ പ്രഷർ. എയർ എല്ലായിടത്തേക്കും മാറിപ്പോകുമ്പോൾ എയറിൻ്റെ വെയിറ്റ്, അവിടെയുള്ള എയറിൻ്റെ വോളിയം കുറയും, വിച്ച് ലീഡ്സ് ടു ലോ പ്രഷർ. So this zone is created with this way. Subpolar low pressure belt is the name of 60° north and 60° south latitudes. Okay, clear? Yes, this is the subpolar low pressure belt. And the last but not the least, very important, this is the way 90° north and 90° south latitude. അയാളെങ്ങനെ ഫോം ചെയ്തത് നോക്കുക. Its name is polar high pressure belt. 90° north and south pressure belt is known as polar high pressure belt. Very simple, very easy. This is the pole region. Extreme end of our earth is the north pole and south pole. Okay, clear? And polar regions, sun's rays does not reach directly. Sun's rays never reach here directly. നമുക്കറിയാമല്ലോ, നമ്മൾ ആക്സിസിൻ്റെ ടിൽറ്റും ഒക്കെ പഠിച്ചതാണ്. സോ ദാറ്റ് സൺറൈസ് ഒരിക്കലും ഡയറക്റ്റ്ലി ഇവിടേക്ക് എത്താത്ത സ്ഥലമാണ്. സോ ദ വെരി കോൾഡ് സ്നോ ഫീൽഡ് ദെയർ, very -°C air temperature experience here steadily. Very low temperature of air leads to high pressure. Very easy, direct. Low temperature of air leads to high pressure. High air pressure like adina kondovum, because of steady low temperature leads to steady high air pressure. Marada tanutta air aanu ivide undavuka, because sunrise not directly hitting there. This is why steady low temperature of this zone leads to steady high air pressure. This pressure belt is known as polar high pressure belt. Okay, this is the global pressure belt. Remember once again, listen me. Global pressure belts are mainly four in both hemisphere. 0° equatorial low pressure belt. 30° north and 30° south subtropical high pressure belt. 60° north and 60° south subpolar low pressure belt. And 90° north and 90° south polar high pressure belt. Their extension, their characters of air, their location, their formation, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് എ വെരി സീരിയസ് ഏരിയ. റെഗുലർ 6 marks or 4 marks ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയ. സോ ടേക്ക് ഇറ്റ്സ് വെരി സീരിയസ്ലി. ഫസ്റ്റ്ലി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, വാട്ട് ഇറ്റ് ഈസ്. സെക്കൻഡ്, ഇറ്റ്സ് ഡയഗ്രാം. ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം, നോക്കി മനസ്സിലാക്കണം, വിത്ത് ലൊക്കേഷൻ. തേർഡ്, ഇറ്റ്സ് നെയിംസ്. ഫോർത്ത്, ഇറ്റ്സ് ഫോർമേഷൻ. എങ്ങനെ ഫോം ചെയ്തു ഈ ബെൽറ്റ് എന്നുള്ളത്.
ഇത്രയും കാര്യങ്ങൾ. ദിസ് ഈസ് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഏരിയ ഈസ് ഓവർ. ആൻഡ് ലെറ്റ് മീ കൺക്ലൂഡ് ദിസ് പാർട്ട് ഓഫ് അവർ ചാപ്റ്റർ discussing one simple thing too, one and only simple thing, that is the reason for the formation of GA, reasons for the formation of global pressure belt. ഈ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയെന്നും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വേൾഡിൽ ഇതേ സോണിൽ സ്റ്റഡിലി നോ എനി പ്രഷർ വേരിയേഷൻ ഹാപ്പൻസ്? ഓൺലി ടു reasons for the formation of global pressure belt is, one is the variation in the availability of solar radiation, variation in the availability of sun rays, variation in the availability of solar radiation on the earth. എർത്തിൽ എല്ലാ സ്ഥലത്തും സോളാർ റേഡിയേഷൻ്റെ അവൈലബിലിറ്റി ഈസ് നോട്ട് സെയിം, ഇറ്റ്സ് ഡിഫറൻറ്റ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണത്. എല്ലായിടത്തും ഒരേപോലെ ഇക്വേറ്ററിൽ കിട്ടുന്ന പോലെ സൺറൈസ് പോളാർ റീജിയനിൽ കിട്ടുന്നില്ല, പോളിൽ പോലെ സബ് ട്രോപ്പിക്കലില്ല, സബ് പോളാറിലില്ല. ദാറ്റ് വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ അറൗണ്ട് എർത്ത്, ദാറ്റ്സ് എ വൺ റീസൺ. സെക്കൻഡ്, വാട്ട് ഇറ്റ് ഈസ്? സെക്കൻഡ്, rotation of earth, rotation of our earth. നമ്മൾ എർത്ത് റൊട്ടേഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ഹൈ പ്രഷർ വന്നത്, സബ് പോളാർ റീജിയനിൽ ലോ പ്രഷർ വന്നത്. വിതൗട്ട് എർത്ത് റൊട്ടേഷൻ നോ എനി ചാൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദീസ് ടു പ്രഷർ ബെൽറ്റ്. ദിസ് ഈസ് വൈ എർത്ത് റൊട്ടേഷൻ പ്ലേസ് എ വെരി ബിഗ് റോൾ ഹിയർ in the formation of subtropical high pressure belt and subpolar low pressure belt. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഹോട്ട് എയർ സബ്സൈഡ് ചെയ്യാനും ഇവിടെ കോൾഡ് എയർ ത്രോൺ അപ്പ് ചെയ്യാനും ഇവിടുന്ന് പോകുന്ന ഹോട്ട് എയർ ഇവിടെ താഴ്ന്നിറങ്ങിക്കിടക്കാൻ ആൻഡ് ഇവിടുന്ന് വരുന്ന തണുത്ത എയർ ഇതിനകത്ത് ഇവിടുന്ന് ത്രോൺ അപ്പ് ചെയ്യാനും റൊട്ടേഷൻ ഓഫ് എർത്താണ് റീസൺ. ദിസ് ഈസ് വൈ ദീസ് ടു റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് global pressure belt, and this is the content of our first area. And let me conclude today's class with all these factors. This is the first segment of our second chapter is over. Hope you understand and follow me very easily and very deeply. Listen me once more, I repeat all the factors discussing today. One is the atmospheric pressure, firstly. Second is the various factors influencing pressure variations. Okay, altitude, temperature and humidity. And third area is the key one is the global pressure belt. Isobars are something new one, and global pressure belt. Their names, their location and their formations, characters, and the lastly the reason. This is the content of today's class. Okay, and see you. Goodbye.